നമുക്ക് ജസ്റ്റ് ഒരു 14 മിനിറ്റ് കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള നമ്മുടെ LJP ലിജോ ജോസ് പല്ലിശ്ശേരി പ്രസന്റ് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം. അതാണ് മുളഞ്ഞി. ഈ ഷോർട്ട് ഫിലിം എഴുതി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മഹേഷ് എസ് മധു ആണ്. പിന്നെ ഇതിനൊരു കോ റൈറ്ററും കൂടിയുണ്ട്, ഷർമിൽ ശിവറാം. ഞാൻ ഈ ഷോർട്ട് ഫിലിം പറ്റിയിട്ട് അറിയുന്നത് ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള മഹേഷ് മധു തന്നെ സജസ്റ്റ് ചെയ്തതാണ്. ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ, ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ, ഒരു 14 മിനിറ്റ് കൊണ്ട് തന്നെ പലതരം ഇമോഷൻസിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യും. അങ്ങനെയുള്ള ഭംഗിയുള്ള ഒരു ചെറിയ സിനിമ, ടെക്നിക്കലി വളരെ മികച്ചു നിൽക്കുന്ന ഒരു ഷോർട്ട് ഫിലിം. ഈ സിനിമയുടെ പ്ലോട്ടിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടിട്ടുള്ളവർ തന്നെയാണ് ഇതിലെ പല ക്യാരക്ടേഴ്സും. നമ്മുടെ വീട്ടിലെ അമ്മമാർ അങ്ങനെയൊക്കെ ഉള്ളവരില്ലേ, അവരുടെ നമ്മൾ റിയൽ ലൈഫിൽ കണ്ടിട്ടുള്ള ഓരോ ഇൻസിഡൻസ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു നമ്മുടെ ലൈഫിലെ തന്നെ ചെറിയൊരു പാർട്ട്, അതാണ് ഈ ഷോർട്ട് ഫിലിം എനിക്ക് ഫീൽ ചെയ്തത്. അത്രയ്ക്ക് അവരുടേതായിട്ടുള്ള ഒരു കുറേ ചെറിയ ചെറിയ പരാതികൾ, പരിഭവങ്ങൾ, അതിൻ്റെ അകത്തുള്ള സന്തോഷങ്ങൾ, അങ്ങനെയുള്ള ഒരു നല്ലൊരു ഫീൽ ഗുഡ്. ഈ ഷോർട്ട് ഫിലിം കണ്ടു തീരുമ്പോഴത്തേക്കും നമുക്ക് ഒരു മഴയൊക്കെ പെയ്ത് തോരുന്നൊരു ആ ഒരു ഫീലില്ലേ, അതുപോലെയാണ്. ഒരു എന്തൊക്കെയോ സങ്കടങ്ങളും ചെറിയ ചെറിയ സന്തോഷങ്ങളും ചെറിയ ചെറിയ പരിഭവങ്ങളും എല്ലാം അവിടെ നിൽക്കുന്നുണ്ട്. അതെല്ലാം നമ്മളിങ്ങനെ കാണിച്ചു വരുന്നു. ഇതിൽ ചില കാര്യങ്ങളെ, ചില വസ്തുക്കളെ സിംബോളിക്കായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. ഇപ്പം നമ്മുടെ ഈ ടൈറ്റിൽ പോലെ തന്നെ മുളഞ്ഞു, ചക്കക്കറ, നമ്മുടെ മനുഷ്യബന്ധം, നമ്മുടെ സഹോദരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ബോണ്ടില്ലേ, അതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഈ സിനിമ സംസാരിക്കുന്നത്. എത്ര പരിഭവങ്ങളോ പരാതികളോ എന്തൊക്കെ ഉണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ആ ഒരു മനുഷ്യബന്ധം അത്രമാത്രം ഒരു ചക്കക്കറയുടെ ഒരു സ്റ്റിക്കി നേച്ചറിൽ, അതുപോലെ ആ ഒരു ബന്ധത്തെ ഈ സിനിമയിൽ പ്രോപ്പറായിട്ട് നമുക്ക് നമ്മുടെ ക്ലോസ് ടു ഹേർട്ട്, ആ ഒരു ഫീലാണ് ഈ സിനിമയെ എനിക്ക് തോന്നിയത്. എന്തായാലും കണ്ടു നോക്കുക. നല്ലൊരു ചെറിയ സിനിമ.